ഇപ്പം എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ചീരയുടെ ആദ്യത്തെ വിളവെടുപ്പാണെന്ന് രാവിലെ തന്നെ ഇവൾ വന്ന് ചീര വിളവെടുത്ത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടി. നമ്മൾ ഇതിനകത്ത് എൻ്റെ കാലടക്കം ഞാൻ പറഞ്ഞല്ലേ, കാല് മുറിഞ്ഞായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചാണകം എടുക്കാനോ നമ്മുടെ ഗോമൂത്രം എടുക്കാനോ ഒന്നും തന്നെ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം കാല് നല്ല വേദനയായിരുന്നു, ഇൻഫെക്ഷൻ ആകുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിലോട്ടൊന്നും പോയില്ല. പിന്നെ നമ്മളിതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അടിവളം ചാണകപ്പൊടിയാണ് കൊടുത്തത്. ചാണകപ്പൊടി നല്ല കട്ടിക്കിട്ട് കൊടുത്തായിരുന്നു അടിവളമായിട്ട്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു 2 നേരം. ഞാനും അല്ല വെള്ളം ഒഴിച്ചത്, അമ്മയാണ് ഏൽപ്പിച്ചത്. അമ്മ എന്നാണ് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തത്. പിന്നെ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ ചീരത്തോരനായിരുന്നു കേട്ടോ. അപ്പോൾ പലപ്പോഴും ചോറ് കൊടുത്തോളൂ. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്തതായതുകൊണ്ട് ഇന്ന് അവർക്ക് ചീര കൊടുത്തു വിട്ട്. പിന്നെ പുറത്ത് കൊടുക്കാനും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിതാ വീട്ടിൽ തന്നെ എടുക്കാനാണ് തീരുമാനം. കാരണം പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് തീർന്നു പോകും, പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല. കാരണം ഇത്രയും ഗുണമുള്ള ചീരയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമേ കൃഷിയാക്കത്തുള്ളൂ, നമ്മുടെ ഈ മഴ മാറി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതുമല്ല, ഇനിയിപ്പം ഒരു മാസത്തിനകത്ത് തന്നെ നമ്മൾ ഈ ചീര വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഒന്നേന്ന് വിത്തിട്ട് നടണം. വിത്തിട്ട് നട്ടെങ്കിൽ മാത്രമേ അത് ഇതുപോലെ ചീരയായി കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ നട്ടതെന്ന് വെച്ചാൽ ഒരു ചുമന്ന ചീരയും സുന്ദരി ചീര. ഇതാണ് സുന്ദരി ചീര, കണ്ടോ. അപ്പോൾ അവൾ ഇച്ചിരി വളർച്ച കുറവാണ്, അവൾ കുള്ളത്തിയാണ്. അവർക്ക് കുറേ ശിഖരങ്ങൾ വരും. പക്ഷേ ചുവപ്പ് നല്ല നീണ്ട് നല്ല കനത്തിലാണ് ചുവപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ വിളവെടുപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തണ്ട് വെച്ച് വേര് വെച്ച് മൊത്തം പുഴുതെടുക്കേണ്ട. തണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. തണ്ടിന് കുറച്ച് മുകൾ വെച്ച് വേരവിടെ നിർത്തിയിട്ട് തണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് കൂടെ എന്തായാലും അതിൽ നിന്ന് പൊട്ടി കിളിച്ച് ചീരയുടെ ഇലയൊക്കെ കിട്ടും കേട്ടോ. അപ്പം പിന്നെ അത് പൂക്കത്തോളൂ. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് കൂടെ തോരൻ ഉപയോഗിക്കാമല്ലേ. പിന്നെ ഇതുപോലെ തന്നെ എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ മാറ്റി നടന്നൊരു പാട് മാത്രമേ ഉള്ളൂ. ഈ മഴ മാറി നിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവർക്കും അടുക്കളത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ചീര എന്ന് പറയുന്നത്.